അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ ഫസ്റ്റ് തന്നെ അൺബോക്സ് ആണ് കേട്ടോ. നമുക്ക് രണ്ട് പാത്രങ്ങൾ വന്നിക്കണേ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടേനി. അത് വരുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ, അതുകൊണ്ട്. അപ്പൊ അതാ ഹിൻഡസ് വാലിന്റെ പാത്രങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഫുള്ള് അയൺ കടായിസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ചട്ടിയാണ് കേട്ടോ. നമ്മൾ ചീന ചട്ടിയൊക്കെയല്ലേ അതേപോലത്തെ ഒരു സാധനം. പിന്നെ രണ്ടാമത്തെ ബോക്സിൽ ഒരു രണ്ടാൾക്കാരാണ് ഉള്ളത് കേട്ടോ. അത് രണ്ടെണ്ണം കോംബോ സെറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ഇതാ ഒരു ഫ്രൈ പാനാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ ചെറിയ ഉപ്പേരികളും കറികളും ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റണ അതാണ് കേട്ടോ. അതും അയൺ തന്നെയാണ് കേട്ടോ. മൂന്നും അയൺ കടായിസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞാൻ മുമ്പും ഇൻഡസ് വാലിന്റെ പ്രൊഡക്റ്റ് കാണിച്ചിനി. ഒരു കോംബോ സെറ്റ് ആയിട്ട് നമുക്കൊരു കടായും ഫ്രൈ പാനും ഇല്ലേ, അന്ന് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന് വാങ്ങിനി കേട്ടോ. അപ്പൊ എനിക്ക് കടായി ഈ ഒരു അയണിന്റെ വാങ്ങാനൊരു ഇതേനി കേട്ടോ. അത് മെയിൻ്റനൻസ് ഭയങ്കര ആവും എന്നൊക്കെ വിചാരിച്ചിട്ടേനി കേട്ടോ. പിന്നെ ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു സാധനം ഇനി കേട്ടോ, ദോശത്തവ. അപ്പോൾ എനിക്ക് ദോശപ്പാനില്ലല്ലോ, ഞാൻ ചെറിയ അപ്പച്ചട്ടിയിൽ ആണല്ലോ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കല്. അപ്പൊ ഇനി നമുക്ക് വലിയ ദോശ ഇതിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇത് സീസണിങ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇനി ഇതിന്മേൽ നമുക്ക് സീസണിങ് ചെയ്യാനും വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഇതാ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നല്ല ഫിനിഷിങ്ങിലൊക്കെയാണ് സാധനം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പാച്ചിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് യൂസർ മാനുവലും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്ക് വെയർ സെറ്റുകളൊക്കെയാണ് ഓലെടുത്തുള്ളത്. അതേപോലെ തന്നെ അയൺ കടായിസിൻ്റെയും ഇത്രയും കളക്ഷൻസ് ഓലെടുത്തുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യസ് നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ബ്രാൻഡാണ് ഇൻഡസ് വാലി. അപ്പോൾ നമുക്ക് ദോശപ്പാനിൽ തന്നെ ഉദ്ഘാടനം തുടങ്ങാം. അപ്പോൾ ഞാനിതൊന്ന് കേക്ക് എടുക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ശക്തി വെച്ച് ഉരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതിങ്ങനെ ഉരച്ച് വിട്ടാൽ മതി. കണ്ടോ, കളറ് ഒന്ന് ഇളകിയൊന്നും പോരൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ ദോശമാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഈ രാവിലെ നോമ്പുകളമാർക്ക് പെട്ടെന്ന് അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇന്നലെ കുറച്ച് അരച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം എന്നാൽ നമുക്കിന്ന് ഫസ്റ്റ് ദോശ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അയൺ കടായിസ് ആകുമ്പോഴേ നമുക്ക് അടുപ്പത്തും വെക്കാം, പിന്നെ ഗ്യാസിലും ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റത്തെ ദോശ നല്ല അടിപൊളിയായിട്ട് കോളായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചട്ടി നമ്മളായിട്ടൊന്ന് മയങ്ങി ഉഷാറായി വരണ്ടേ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഭയങ്കര നല്ലോണം തിന്നായിട്ടാണ് പരത്തിന് കേട്ടോ. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിലും ഫസ്റ്റ് ഉപയോഗിക്കല്ലേ, അപ്പോൾ ഒരു ഇത്തിരി പണിക്ക് കൊടുത്താൽ മതിയല്ലോ. വലിയ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം നല്ലപോലെ കുറച്ചൊന്ന് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് അടുത്ത ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദോശയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദോശ തവിയും പിന്നെ ഫ്രൈ പാനും കൂടി കോംബോ സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങണത്. അപ്പോൾ അങ്ങനെ കോംബോ സെറ്റായിട്ട് വാങ്ങുമ്പോൾ ഒരു ഇത്തിരിയും കൂടി പൈസക്ക് ആദായമുണ്ട്. അല്ലെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് വാങ്ങുമ്പോൾ ഒരു 1000 സംതിങ് ഒക്കെ വില ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലിനെക്കാട്ടിൽ കുറച്ചും കൂടി വില കുറവ് അയൺ കടായിസിനാണ് എന്നുള്ളത്. പിന്നെ എപ്പോഴും അടുപ്പത്തൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ ഈ കടായിസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ അടുപ്പത്ത് വെച്ച് കരിയായാലും നമുക്ക് കഴുകിയെടുക്കാൻ ഈസിയാണ്. നമ്മൾ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒന്നും കഴുകിയെടുക്കുന്ന പോലെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞതാ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെ നോമ്പുമണീൻ്റെ ആണ് കേട്ടോ ബാക്കി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത്. അപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ചിക്കൻ കറി വെക്കണം. അതിതാ ഈ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമ്മളെ കടായി ഞാൻ നല്ല രീതിയിലൊന്ന് കേക്കെടുത്തു കേട്ടോ. നമ്മളിങ്ങനെ ഒരെല്ലാം ബ്രഷ് വെച്ച് ഉരക്കൊന്നും വേണ്ട, സാധാരണ നമ്മൾ കേക്കിന് ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഉരച്ച് ഇതാക്കിയെടുത്താൽ മതി. കളർ ഇളകുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചിലർ അയണിൻ്റെ ഇതാവുമ്പോൾ അത് സീസണിങ് ഒക്കെ ചെയ്യാത്തതോ ശരിയാവാത്തതോ ഒക്കെ ആയിരിക്കും അങ്ങനെ കളർ ഇളകുന്ന പ്രശ്നം. ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ചീനച്ചട്ടി ഞാനിതാ നമ്മുടെ കടായി അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു 4-5 ആൾക്കാരുള്ള ഫാമിലിക്ക് അത്യാവശ്യം കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ ഇതിന് വലിപ്പം വരുന്നത്. അപ്പം നമ്മൾ സവോളയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണേ. പിന്നെ ഈ ഒരു അയൺ കടായിസ് ആകുമ്പോൾ നമ്മളെ ശരീരത്തിന് വേണ്ട ഒരു ചെറിയ രീതിയിൽ അയൺ കണ്ടൻറ്റ് ഈ ഒരു പാത്രത്തിൽ നിന്ന് കിട്ടും കേട്ടോ. അയൺ കടായി കുക്ക് ചെയ്യുമ്പോൾ ഹെൽത്ത് വൈസ് നല്ല അടിപൊളിയാണ്. പിന്നെ നല്ല കട്ടിങ്ങനെയുള്ള പാത്രങ്ങളാണ്. ഇൻഡസ് വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിലും ഒക്കെ അങ്ങനെ ട്രിപ്പിൾ ലെയർ കട്ടിയാണ് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതുകൊണ്ട് അതിന് അത്യാവശ്യം വിലയും ഉള്ളത്. അപ്പം പിന്നെ അയണിൻ്റെ കടായിസ് ആകുമ്പോൾ ഒന്നും കൂടിയും ഹെൽത്ത് വൈസ് ഒന്നും കൂടിയും
അടിപൊളിയാണ്. നമുക്ക് കുറച്ച് അയൺ കണ്ടന്റും കിട്ടും അതിന്. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പാത്രം വേഗം മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അയണിൻ്റെ കണ്ടന്റ് കുറച്ച് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിൽ വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഇത് ക്ലീനിങ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തുരുമ്പ് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തുരുമ്പൊന്നും പിടിച്ചില്ല എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ആളുകൾ ഈ അയൺ കടായിസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വാങ്ങാൻ മടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് മെയിൻ്റനൻസ് ഭയങ്കര ഇതാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ തേങ്ങ അരക്കാതെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉള്ളിൻ്റെ കറിയൊക്കെ വയറ്റി ഇതാക്കിയത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട തേങ്ങ അരച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ അരച്ച് കറി സെറ്റാക്കി എടുത്തു കേട്ടോ. ഈ ഒരു ചീനച്ചട്ടി ഇത് ഒരൊറ്റ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പലതും കോംബോ സെറ്റായിട്ടുള്ളതും പല രീതിയിലുള്ള പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെങ്കിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യണ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മളെ കൂപ്പൺ കോഡായാൽ ബുഷ്റ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാൻ കറിയൊക്കെ മാറ്റിച്ച് അടുത്ത പാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് എന്നോട് പറയും നിങ്ങൾ വാങ്ങുന്നതൊക്കെ ഭയങ്കര വിലയുള്ള പാത്രങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അത്രയും ഇങ്ങോട്ട് വില ഈ ഒരു അയൺടീനില്ല കേട്ടോ. പക്ഷെ എന്നാലും ഉണ്ട്. ഇത് എന്താ വെച്ചാൽ നല്ല കട്ടിങ് നല്ല പാത്രങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ തലമുറകളോളം യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ പാത്രങ്ങളാണ്. അതുകൊണ്ടായിരിക്കും അതിനൊരു വില കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുക്കിംഗ് കഴിഞ്ഞാൽ വേഗം വേറൊരു പാത്രത്തേക്ക് മാറ്റുക. കാരണം അയണിൻ്റെ കണ്ടന്റ് പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊള്ളയിൽ വെക്കാൻ കഴിയൂല. എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു കണലിൽ വെച്ചാൽ ഇങ്ങനെ വെള്ളം വറ്റി കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കഷ്ണം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ ആ തുരുമ്പ് പിടിച്ചിട്ട് ആ ഒരു ഇത് ഉണ്ടാവില്ല കേട്ടോ. കഴുകൽ കഴിഞ്ഞിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ഓയിലൊക്കെ ആക്കിയിട്ട് ഉള്ളും പുറമൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചാൽ തുരുമ്പൊന്നും പിടിച്ചാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ പാത്രങ്ങൾ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വാങ്ങേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റ് ഓരോ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂപ്പൺ കോഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഞാനേ ഇന്ന് പൂവട ഉണ്ടാക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ മധുരത്തിലല്ല എരിവിലാവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ്റെ കുറച്ച് ഫില്ലിങ്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇന്ന് കിച്ചണിൽ കയറാൻ കുറച്ച് നേരം വൈകിക്കണം. അല്ലെങ്കിൽ ഇപ്പം എന്നാൽ എനിക്ക് നേരത്തെ കയറൽ എന്നും നേരം വൈകി എന്നുള്ള പരാതിയല്ലേ ഉള്ളൂ. ഇന്ന് കുറച്ചും കൂടി നേരം വൈകിടോ. ഇന്നിപ്പോൾ ഒരു വൈക്ക് പോകാനൊക്കെ ഉണ്ടേനി എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അച്ചുകൂട്ടം വന്ന് എനിക്ക് ചപ്പാത്തിക്കുള്ള സംഗതിക്ക് ഇതാക്കി തന്ന് പിന്നെ ഞാൻ ചുട്ടെടുത്ത് അങ്ങനെ മക്കള് ഒക്കെ സഹകരിച്ച് എല്ലാതും കൊണ്ടുവന്ന് ടേബിളുമ്പോൾ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ് തുറക്കാൻ. കുഞ്ഞുട്ടിക്ക് ഒരു നോമ്പ് തുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുട്ടി പോയിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീയക്കുട്ടിക്ക് തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു തരിക്കഞ്ഞിയും സെറ്റാക്കിനി. പിന്നെ നമ്മളെ വത്തക്ക ജ്യൂസും പൈനാപ്പിൾ കട്ട് ചെയ്തതും പിന്നെ നമ്മളെ സ്നാക്സും ഒക്കെ ആയിട്ടേനി ഉണ്ടോ. അപ്പോൾ അതൊക്കെ ടേബിളിൽ സെറ്റാക്കിയിരിക്കുന്നത്. എന്തായാലും ബാഗ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കിച്ചണൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി ക്ലീൻ ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ കണ്ടിട്ട് എനിക്ക് സമാധാനത്തിൽ നോമ്പ് തുറക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാനിത് സമാധാനത്തിൽ നോമ്പൊക്കെ തുറന്നിട്ട് വരാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.